ഹലോ, എല്ലാവർക്കും നമ്മുടെ പവിത്രം ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ CA സച്ചിദാനന്ദൻ വലിയ സന്തോഷത്തോടു കൂടി വലിയ സുന്ദരനും സുമുഖനുമായ മമ്മൂട്ടി ലുക്കെന്ന മട്ടിൽ നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിലെത്തുകയും നന്ദുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും തനിക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്നും അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെ സമ്മതിച്ച് മുഹൂർത്തം നോക്കണമെന്നൊക്കെ പറഞ്ഞ് മാസ ഡയലോഗൊക്കെ അടിച്ച് പോവാണ്. അപ്പോൾ നന്ദുവായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വലിയ ഇഷ്ടക്കുറവൊന്നും ആയില്ല. എന്തായാലും മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടം പറയുകയും അത് വന്ന് നേരിട്ട് സംസാരിച്ചല്ലോ. നന്ദുവിനോട് പറയാണ്ട് തന്നെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്ന് സംസാരിച്ചല്ലോ. അതുപോലെ ആ സംസാരപ്രിയനാണ്. അങ്ങനെയൊക്കെയുള്ള അവർക്ക് മൊത്തത്തിൽ അച്ഛനും അമ്മയ്ക്കും വലിയ തിരക്കേടായിട്ട് തോന്നിയില്ല. അപ്പോൾ നന്ദുവിൻ്റെ അമ്മ നമ്മുടെ കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ ഞാൻ എന്തായാലും പോയി നമ്മുടെ ജോത്സ്യനെ കണ്ടിട്ട് വരാം. ഈ പറഞ്ഞ് ഇത്രയും ആക്കിയിട്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊക്കെ മുന്നായിട്ട് നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ അമ്മ ജോത്സ്യനെ പോയി കാണുകയാണ്. ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല. ജോത്സ്യൻ നന്ദുവിൻ്റെ അമ്മയെ കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്താണ് ഇന്നത്തെ വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നന്ദുവിനൊരു നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അയാൾ വാങ്ങി ചിരിച്ചിട്ട് കവടി നിരത്തിയിട്ട് പറഞ്ഞു, ഞാനിത് എത്ര പ്രാവശ്യമാണെങ്കിലും അമ്മയുടെ ഒക്കെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ നന്ദന എന്ന് പറയുന്ന കുട്ടിക്ക് ഈ അനിരുദ്ധൻ എന്ന് പറയുന്ന ആളുമായിട്ടുള്ളൊരു ബന്ധം മാത്രമേ നടക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഒട്ടും വിശ്വസനീയമായിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ജോത്സ്യനെ പോയി കണ്ടോളൂ. എനിക്ക് കവടി നിരത്തിയിട്ട് വേണമെങ്കിൽ അത് നടത്താം, അതിനുവേണ്ടി ഇന്നത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആക്കാം. പക്ഷേ എനിക്ക് കവടിക്ക് ഇതായിട്ടുള്ള രീതി മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് ജോത്സ്യൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ അമ്മ സങ്കടപ്പെട്ട് പറയണ, ജോത്സ്യനെ ആ ഒരു ബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ല. നമ്മൾ നടക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചാലും അമ്മ മേളിൽ ഇരിക്കുന്ന ആൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കുകയുള്ളൂ. നിങ്ങളിപ്പോൾ എത്ര കൊല്ലം നിങ്ങളാരും ആ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും അവർ തമ്മിൽ ഒരുമിക്കും. ഇപ്പം നന്ദു വേറൊരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആയിട്ട് ദൂരെ പോയിരുന്നാൽ അവർക്ക് ഒരുമിക്കാൻ യോഗമുണ്ട്. അവർ നിങ്ങളറിയാണ്ട് ചിലപ്പോൾ വിവാഹം കഴിച്ചു എന്നും വരും, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നും വരാം. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, ഇതിലേക്ക് വേണ്ടി നിങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വേറൊരു ആലോചിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ കുട്ടിക്ക് അനിയുമായിട്ടുള്ള വിവാഹം മാത്രമേ നടക്കൂ എന്ന് ജോത്സ്യർ തീർത്തും പറയണം. ഇത് കേട്ട അമ്മയ്ക്ക് ആകെ സങ്കടമായിട്ട് നമ്മുടെ കനക ഗോവിന്ദേട്ടൻ്റെ അടുത്ത് വരികയാണ്. ഗോവിന്ദേട്ട, ഇങ്ങനെയൊക്കെയാണ് ജോത്സ്യൻ പറയുന്നത്, എനിക്കൊരു സമാധാനവും ഇല്ല. അയാൾ പറഞ്ഞ ഇന്ന് വരെ ഒരു കാര്യവും തെറ്റിയിട്ടില്ല. നീ എന്താ ഈ പറയണത്? എനിക്ക് തോന്നുന്നു ഈ ഈ ജോത്സ്യനെ സ്വാധീനിച്ച് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് നമ്മുടെ ഗോവിന്ദൻ കനകയോട് പറയണം. അപ്പോൾ ആ സമയത്ത് അച്ഛനും അമ്മയും വിളിച്ചതനുസരിച്ചിട്ട് നമ്മുടെ നയനയും നവ്യയും കൂടെ വരികയാണ്. അപ്പോൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ എന്താണ് അച്ഛനും അമ്മയും വിളിച്ചത് എന്നുള്ള ഒരു ആ ടെൻഷനോട് കൂടി വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ വന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, വാ മക്കളെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇരുന്നിട്ട്, എന്താണ് അച്ഛൻ നമ്മളെ രണ്ടുപേരെയും വിളിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാന്ന് നമ്മുടെ നയനയും നവ്യയും ചോദിക്കേണ്ടത്. ഇല്ല മക്കളെ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ നമ്മുടെ നന്ദൂട്ടിക്ക് ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്, അപ്പം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്യാമെന്ന് കരുതി. ആണോ? എവിടെ നിന്നാണോ അമ്മ? നല്ല ബന്ധമാണോ? പക്ഷേ ജോത്സ്യൻ കവടി നോക്കിയിട്ട് അത്ര ചേർച്ചയില്ല എന്ന് പറഞ്ഞു. ആണോ? എവിടെ നിന്നാണ് അമ്മ ഈ ബന്ധം? അപ്പോൾ പറയുന്നുണ്ട്, ഇന്നതുപോലെ അവളുടെ തന്നെ സ്റ്റേഷനിലുള്ള നമ്മുടെ CA സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ ആ സാറാണ് വന്നത്. പുള്ളി നേരിട്ട് വന്ന് നമ്മളടുത്ത് കല്യാണം ആലോചിച്ചതാണ്. അപ്പം നമ്മുടെ നയനയ്ക്ക് നവ്യയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ നന്ദുവിന് ഒരു കല്യാണം ആലോചിക്കുന്ന ഇത് പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് അച്ഛനോടും അമ്മയോടും പറയുകയാണ് നമ്മുടെ നവ്യ. കാര്യം എന്ന് വെച്ചാൽ അവിടെ നന്ദുവിൻ്റെ പുറകെ നടക്കുകയാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഇനി നന്ദു കാരണം അവർക്ക് അടുത്തൊരു തലവേദനയും കൂടെ വേണ്ട. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആലോചന നല്ലതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തണം. അപ്പോൾ ഗോവിന്ദൻ പറയും, മക്കളെ നമ്മൾ പറയുന്നത് കൊണ്ട് ആയില്ലല്ലോ, നന്ദുവിന് ഇഷ്ടപ്പെടണ്ടേ. ഇനി അവൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്നും എനിക്കറിയില്ല. ഇനി നന്ദുവിനോട് CA പറഞ്ഞിട്ടുണ്ടോ എന്ന് അയാളുടെ ഇഷ്ടം, ഇനി അവൾ മനസ്സിൽ വെച്ചിട്ടിരിക്കുകയാണോ ഒന്നും അറിയില്ല. അപ്പോൾ അവളെ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വേണം നമ്മുടെ നന്ദൂട്ടിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാനെന്ന് പറയുകയാണ്. ശരി അച്ഛാ, അതിനെന്താണ്, നന്ദൂട്ടി വരട്ടെ, നമുക്ക് എങ്ങനെയാണെങ്കിലും പറഞ്ഞ് സമ്മതിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അമ്മ പോയി അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് വരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നവ്യ
നമ്മുടെ നയനേനെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞ് കുത്തുന്നുണ്ട്. അനി ജോത്സ്യനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് ശരിയായിരിക്കും. കാരണം ചേട്ടനെ കണ്ടല്ലേ അനിയൻ പഠിക്കുന്നത്. അപ്പോൾ നന്ദുവിനെ കെട്ടാൻ വേണ്ടി ചിലപ്പോൾ അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യാം. അപ്പോൾ നമ്മുടെ നയന പറഞ്ഞു അത് ശരിയാണ് നവ്യേച്ചി പറഞ്ഞത് കാര്യം. അത് ചേട്ടനെ കണ്ട് അനിയൻ പഠിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അനി ഇത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴും അവൾക്ക് എപ്പോഴും നവ്യയ്ക്ക് എപ്പോഴും ആദർശിനെ കുറ്റപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ളതാണ്. സത്യാവസ്ഥ അറിയാണ്ടാണ് നവ്യ പറയുന്നത്. നമ്മളതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ കാണാം നമ്മുടെ നന്ദൂട്ടി വരികയാണ്. ഇതൊന്നും അറിഞ്ഞില്ല. ആഹാ ഇതാരാണ്, ചേച്ചിമാർ രണ്ടുപേരും ഉണ്ടല്ലോ. സന്തോഷത്തോടു കൂടി നമ്മുടെ നന്ദു കടന്നു വരികയാണ്. നിൻ്റെ ചേച്ചി ഇതിനാണോ അമ്മ വിളിച്ചത്? നിൻ്റെ ചേച്ചിമാർ വരുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമില്ലേ എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട്. ആട്ടെ നിന്ന് എന്താണാവോ വിശേഷം ചേച്ചി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോളെ, അവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇവിടുത്തെ ഒരു കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ നിനക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി. അപ്പോൾ കാര്യമായിട്ട് എന്തോ പറയാനാണല്ലോ എന്ന് നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അതെ നീ അകത്തോട്ട് വാ, ഞാനും നവ്യയും കൂടെ ചെന്ന് കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അനിയത്തിയും കൊണ്ട് അകത്ത് പോവാണ്. അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. നിൻ്റെ സ്റ്റേഷനിലുള്ള നമ്മുടെ CA സച്ചിദാനന്ദൻ സാർ ഇവിടെ വരികയും അച്ഛനോടും അമ്മയോടും നിൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. നന്ദു ഇത് കേട്ടിട്ടുണ്ടല്ലോ ആകെ ഷോക്ക്ഡ് ആവുകയാണ്. അയാളോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എനിക്കിപ്പോൾ കല്യാണം വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? എനിക്ക് സമയമാകുമ്പോൾ ഞാൻ കല്യാണമൊക്കെ സമയമാകുമ്പോൾ എനിക്ക് എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി മതി എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു അവരോട് തർക്കിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് മോളെ നീ ഇത്രയും നാളും വാശി പിടിച്ചു, നിൻ്റെ പേരും പറഞ്ഞ് അനന്തപുരി തറവാട്ടിൽ ഇപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണ്. കണ്ടില്ലേ നീ മാധ്യമങ്ങളിലും TV-യിലും ഒക്കെ കാണുന്നത്, നിൻ്റെ പേരും കൂടെ വലിച്ചഴിച്ച് എല്ലാം നാട്ടക്കേസായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു ആലോചനയാണെങ്കിൽ ഇത് നടത്തുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ നന്ദൂട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ അടുത്തോട്ട് വന്ന് എന്നിട്ട് അച്ഛനും പറയുന്നുണ്ട് എല്ലാവരും കൂടെ നമ്മുടെ നന്ദുവിനെ നടുക്ക് നിർത്തി അങ്ങ് ഉപദേശിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി നീ ഇത് സമ്മതിക്കണം. അപ്പോൾ നന്ദൂട്ടി സങ്കടത്തോടെ പറയുകയാണ് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ ബലി കൊടുക്കണോ? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അയാളെ. 30-35 വയസ്സുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ നന്ദൂട്ടിയുടെ അമ്മ പറയും പിന്നെ 35 വയസ്സൊന്നുമില്ല, ഒരു 10-30 വയസ്സ് കാണും, അതിൽ കൂടുതലൊന്നും അയാൾക്കുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നമ്മുടെ ആദർശ് വെളിയിലിരുന്ന് എന്തോ ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അനിക്കുട്ടൻ അങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ആദർശ് ഇരിക്കുന്ന കണ്ടെങ്കിലും മൈൻഡ് ചെയ്യേണ്ട അങ്ങ് പോവാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താണ് നമ്മളെയൊന്നും കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലല്ലോ? ഒന്നുമില്ല ഏട്ടാ, എനിക്കൊരു മൂഡില്ല. നീ ഇപ്പോൾ ഓഫീസിലോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, ശമ്പളം മാത്രം മേടിക്കുന്നുണ്ട്. നിനക്കറിയാമല്ലോ, നിനക്ക് തന്നിരിക്കുന്ന 2 ഷോപ്പിലെയും അവിടെ ഉള്ള ഓഫീസേഴ്സിൻ്റെ കഴിവുകൊണ്ടാണ് ഇത്രയും റെക്കോർഡ് വിജയം കിട്ടിയത്. നിനക്കൊന്ന് ശ്രദ്ധിച്ചില്ല? ഇപ്പം നിൻ്റെ ലൈഫിൽ നിന്നും അനാമിക പൂർണ്ണമായിട്ട് മാറി. ഇനി എന്താണ് നിനക്ക് കുഴപ്പം? നീ ഇപ്പോഴും ആ നന്ദൂൻ്റെ പുറകെ നടന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിൻ്റെ പദ്ധതി? ഇപ്പം തന്നെ ഈ തറവാട്ടിൽ വേണ്ടുവോളം പ്രശ്നങ്ങളുണ്ട്. ഇനി നീ ചെന്ന് ഓരോ പ്രശ്നത്തിൽ തലയിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഞങ്ങൾക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് എന്ത് തീരുമാനിക്കണമെന്ന്. നീ അതങ്ങ് അനുസരിച്ചാൽ മതി. നിൻ്റെ ജീവിതത്തിൽ നീ തന്നെയാണ് ഒരു കവിത ഇഷ്ടപ്പെടുന്ന പെണ്ണെന്നും പറഞ്ഞ് അനാമികേനെ ഇവിടെ കൊണ്ടുവന്നതും ഇത്രയും പുല്ലാപ്പിലോട്ട് എത്തിച്ചതും. മതിയായല്ലോ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇനി എൻ്റെ ജീവിതത്തിലൊരു വിവാഹം എനിക്ക് വേണ്ട. അപ്പോൾ ആദർശ് ചോദിക്കുന്നത് പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? കവിത വല്ലതും എഴുതാൻ പോവാണോ? ഇനി എങ്ങാനും ഈ വീട്ടിൽ ഇരുന്ന് നീ കവിത എഴുതിയാലുണ്ടല്ലോ ഞാൻ അതങ്ങ് വലിച്ചു കീറി കളയുമെന്ന് ആദർശ് ദേഷ്യപ്പെട്ട് പറയാണ്. എനിക്ക് കവിത എഴുതാനും വയ്യ, ഒന്നിനും വയ്യ ആദർശ് ചേട്ടാ, എനിക്ക് എൻ്റെ മൂടെല്ലാം പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശ് പിന്നെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നീ ഇനി ചില കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. നന്ദുവിൻ്റെ കാര്യത്തിൽ ഇനി നീ വലിയ ഒരു ഇത് വയ്ക്കേണ്ടി വരില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എനിക്കറിയാം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നന്ദുവിനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടെന്ന്. എന്തായാലും വേണ്ടൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി ആദർശിൻ്റെ അടുത്ത് നിന്ന് പോവാണ്. അപ്പോൾ ആദർശിന് മനസ്സിലാവുന്നുണ്ട് അവൻ ആകെ മാനസികമായിട്ട് ഒരുപാട് തളർന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ അനി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്നാന്ന് വെച്ചാൽ നമ്മുടെ നന്ദൂട്ടിയുടെ വീട്ടിലാണ്. അവരും എല്ലാവരും കൂടെ 2 ചേച്ചിമാരും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ നന്ദുവിനെ അങ്ങോട്ട് നടുക്ക് നിർത്തി ഉപദേശിച്ച് അങ്ങേയറ്റം എത്തിക്കുകയാണ്. നീ എന്തായാലും സമ്മതിക്കണം, ഞങ്ങൾക്ക് വേണ്ടി നീ സമ്മതിക്കണം, മോളെ സമ്മതിക്കുന്ന നമ്മുടെ നൈനയും എല്ലാവരും കൂടെ ചുറ്റിനും നിന്ന് പറയണം. നന്ദൂട്ടിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. അവസാനം നന്ദൂട്ടി പറഞ്ഞു എനിക്കിഷ്ടമല്ല അയാൾ, എനിക്ക് പറ്റില്ല, എനിക്കിപ്പോൾ വിവാഹം വേണ്ട. അപ്പോൾ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യുക. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോൾ ഈ TV-യിലും മറ്റുമൊക്കെ വരുന്ന ന്യൂസ് കേട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നിനക്കിതൊന്നും അറിയണ്ടല്ലോ. അങ്ങനെ അച്ഛനും അമ്മയും എൻ്റെ കാര്യം ഓർത്ത് എൻ്റെ കാര്യത്തിലൊരു സത്യാവസ്ഥ
നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തന്നെ തല കുനിക്കേണ്ട അവസ്ഥ ഞാനായിട്ട് വരുത്തി വെക്കില്ല എന്ന് നന്ദൂട്ടി സങ്കടത്തും ദേഷ്യവും കൊണ്ട് അമ്മയുടെ അടുക്കേ അച്ഛൻ്റെ അടുത്തും പറയുന്നുണ്ട്. അവരങ്ങ് മാറണം. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ പറഞ്ഞ് ഒരു വിധമൊക്കെ അവളുടെ അടുത്ത് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ നന്ദൂട്ടി സ്റ്റേഷനിലോട്ട് പോവാണ്. അങ്ങനെ നയനയും നമ്മുടെ നവ്യയും തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ജലജയും ജാനകിയും കൂടെ വലിയ ഡിസ്കഷനാണ്. കണ്ടില്ലേ, ചേട്ടത്തിയും അനിയത്തിയും കൂടെ പോയേക്ക് അച്ഛനും അമ്മയും വിളിച്ചു എന്നും പറഞ്ഞ്. എന്ത് കുലുമാലിനാണോ എന്തോ, ഇനി നവ്യനെ ബ്രെയിൻ വാഷ് എങ്ങാനും ചെയ്യാനായിരിക്കുമോ എന്ന് നമ്മുടെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്. ആർക്കറിയാം എന്തിനാ പോയിക്കണേന്ന് പറഞ്ഞ് നാവ് അങ്ങോട്ട് ഇട്ടതും ദേ വരണു നമ്മുടെ നയനയും നവ്യയും കൂടെ. വന്ന് കയറിയ പാടെ വരുന്നുണ്ട് എന്നിങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇവരെ അടുത്തോട്ട് വരികയാണ്. നവ്യയും നയനയും ജാനകിയുടെയും ജലജയുടെ അടുത്ത് വരികയാണ്. പറയുന്നുണ്ട്, ഇനി മുതൽ അമ്മായിക്ക് സങ്കടം വേണ്ട. കാര്യം നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിക്കുന്ന കേസിനെ കുറിച്ച് സംബന്ധിക്കാനാണ് ഞങ്ങൾ അച്ഛനും അമ്മയും അങ്ങോട്ട് വിളിച്ചതെന്നും അവൾ ഒരു നല്ല ആലോചന വന്നിട്ടുണ്ടെന്നും അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾ പോയത്. ഇനി എൻ്റെ അനിയത്തി അല്ലെങ്കിൽ നന്ദു കാരണം നിങ്ങളുടെ മോനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതും ബുദ്ധിമുട്ടും വരണ്ടല്ലോ എന്ന് കരുതി പിന്നെ എത്രയും വേഗം കെട്ടിച്ചു വിടുക, അതാണ് നല്ലതെന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. നമ്മുടെ ജലജ അതിൻ്റെ ഇടയിൽ 1-2 കുത്തും കൊടുക്കുന്നുണ്ട്. അതായത് എന്ത് യോഗ്യതയായിട്ട് നിൻ്റെ അനിയത്തിക്കുള്ളത്, വല്ല സൗന്ദര്യമുള്ള റാണിയാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പം എനിക്ക് ദേഷ്യം വരുമ്പോൾ സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല അപ്പച്ചി, സൗന്ദര്യത്തിലല്ല കാര്യം, 2 വ്യക്തികളുടെ മനസ്സ് നല്ലതായിരിക്കണം. അപ്പോൾ അതിലാണ് കാര്യം. ജീവിക്കുമ്പോൾ വ്യക്തികളുടെ മനസ്സിലാണ് സന്തോഷവും അവരുടെ സൗന്ദര്യവും, അല്ലാണ്ട് പുറമേ കാണുന്നതിലൊന്നും സൗന്ദര്യം ഇല്ലയെന്ന് നമ്മുടെ നയന പറഞ്ഞിട്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അവൾ പോയ ശേഷം നമ്മുടെ ജലജ നമ്മുടെ നവ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എവിടെന്നാ ചെറുക്കനെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അവളെക്കാട്ടിലും ഉയർന്ന പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ അകത്തോട്ട് പോവാണ്. ആ സമയം നമ്മുടെ ജലജ ജാനകിയോട് പറയുന്നുണ്ട്, ഇനി വല്ല IAS കാരനോ മറ്റോ ആയിരിക്കുമോ ജാനകി, പിന്നെ എവളെ കെട്ടാനല്ല IAS കാരൻ, സിവിൽ സെക്ഷനിൽ നിന്നല്ലേ വരാൻ പോണത്, വല്ല ഉപ്പുകളായിരിക്കും കെട്ടാൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ദേഷ്യം 100-100 സ്റ്റേഷനിൽ വന്ന് ഇറങ്ങണത്. വീട്ടിൽ ചെന്ന് ആകെ മൂടൊക്കെ പോയിട്ട് സങ്കടത്തോടു കൂടി സ്റ്റേഷനിൽ വന്ന് കയറിയപ്പോൾ 2 സ്റ്റേഷനിലുള്ള 2 പോലീസുകാർ നമ്മുടെ നന്ദൂട്ടിയുടെ അടുത്ത് വരാണ്. വന്നിട്ട് പറയുന്നുണ്ട്, മേഡത്തിൻ്റെ വലിയ ആരാധകനാണ് നമ്മുടെ CI സച്ചിദാനന്ദൻ സാറ്, എന്നെ ആരാധിക്കാൻ ഞാൻ ആരാ, ഞാനൊരു സാധാ SI ആണ്. അല്ല മേഡം ഇവിടുത്തെ നല്ലൊരു SI ആണല്ലോ, വനിതാ SI, നമ്മളെപ്പോലും മുൾമുനയിൽ നിർത്തുന്നത് മേഡം ആണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് SIക്ക് നമ്മുടെ CIക്ക് വലിയ ആരാധനയാണ്. എന്നെ അങ്ങനെ ആരും ആരാധിക്കുകയൊന്നും വേണ്ട. പിന്നെ നിങ്ങളെ ഞാൻ ഒരു ആണിനെയോ പെണ്ണിനെയോ ഒന്നും ഞാൻ മുൾമുനയ്ക്ക് നിർത്താനായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. നിയമപരമായി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് ആ രീതിയിൽ ഫയർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയണ്ട. പിന്നെ ഒരു കാര്യം, ഞാൻ സ്റ്റേഷനിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഇതുപോലത്തെ ചീഞ്ഞ വർത്തമാനവുമായിട്ട് എൻ്റെ അടുത്ത് മേലാൽ വരരുതെന്ന് താക്കീത് കൊടുത്തിട്ട് നന്ദു അകത്തോട്ട് പോവാണ്. ഈ സമയം തന്നെ നമ്മുടെ ആ 2 പോലീസുകാരും കൂടെ പറയുന്നുണ്ട്, അതിന് ഞാനിപ്പോൾ ഈ മേഡത്തിനടുത്ത് വേറൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മുടെ CA സാറ് SI നന്ദു മേഡത്തിൻ്റെ ഒരു ആരാധികയാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് വേണ്ടാത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇയാൾ നേരെ ചെന്നിട്ട് ഇയാൾ ഈ 2 വെള്ളത്തിലും കൂടെ കാലിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ഈ പോലീസുകാരൻ. കാര്യം അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു നുണ പറയുന്ന ഒരു ക്യാരക്ടർ പോലെയാണ് ഇയാളുടെ ഒരു ഇത്. എന്നിട്ട് അയാൾ അപ്പം തന്നെ ഓടി നമ്മുടെ സച്ചിയുടെ അടുത്ത് പോവാണ് കേട്ടോ, CA സച്ചിദാനന്ദൻ സാറിൻ്റെ അടുത്ത്. സാർ മേഡം വന്നു. അപ്പോൾ തന്നെ സച്ചിദാനന്ദൻ, ആര്, നന്ദുവോ? അതെ നന്ദു ആണ് വന്നിരിക്കുന്നതെന്ന് പറയാം. ഒരു കാര്യം ചെയ്തിട്ട് മൊബൈൽ ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് മീശയൊക്കെ റെഡിയാക്കി നിൽക്കുകയാണ്, താനൊന്ന് ആ നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറയുക. എന്നിട്ട് അയാൾ മേക്കപ്പ് പോലെ മുഖമൊക്കെ നന്നായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുന്ന രംഗത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ വന്ന സീനോട് കൂടി ഇനി നമ്മുടെ നന്ദു ഈ വിവാഹത്തിന് സമ്മതിക്കുമോ, ഇതറിയുമ്പോൾ അനിയുടെ മാനസികാവസ്ഥ എന്താണ്, അപ്പോൾ എല്ലാവരോടും പ്രഷറോടുകൂടി നന്ദു എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പത്രമാറ്റ് സീരിയൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ പുതിയൊരു പ്രൊമോ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.